ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ണേറിനും നാവേറിനും ചുറ്റുമുള്ള അസൂയക്കുമെതിരെ ഞങ്ങൾ വീട്ടിൽ പതിവാക്കുന്ന കുറച്ച് സൂറത്തുകളെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഈ സുഹൃത്തുക്കളെ കുറിച്ച് അറിവുണ്ടാവും, പതിവാക്കണുണ്ടാവും. എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും അറിയാത്തവരുണ്ടാവില്ലേ. ഓല് ഈ വീഡിയോ കണ്ടിട്ട് ഇത് പതിവാക്കിയാൽ അൽഹംദുലില്ലാ അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ. ഇതുവരെ ഈ സുഹൃത്തുക്കൾ പതിവാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവേത് പതിവാക്കണം കേട്ടോ. മാക്സിമം 7 വട്ടം അല്ലെങ്കിൽ 3 വട്ടം, അതിനും പറ്റിയില്ലെങ്കിൽ 1 വട്ടെങ്കിലും ചെല്ലണേ. എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ നല്ല സന്തോഷം ഉണ്ടാവുന്ന സമയത്ത്, ഇനി കുഞ്ഞുങ്ങളെ ജനിക്കുന്ന സമയത്ത്, കുട്ടികൾ നല്ല മാർക്ക് മേടിക്കുമ്പോൾ, നല്ല ജോലി ലഭിക്കുമ്പോൾ, വിവാഹം, വീട് പണി നടക്കുമ്പോൾ, കച്ചവടത്തിൽ ലാഭമുണ്ടാകുമ്പോൾ, അങ്ങനെ എന്ത് സന്തോഷം വീട്ടിലുണ്ടാകുമ്പോഴും നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്ന് പേടിക്കണം. അയൽവാസികളായാലും കുടുംബക്കാരായാലും കൂട്ടുകാരായാലും കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വിജയത്തിലും സന്തോഷത്തിലും അവരുടെ മനസ്സ് നേറിപ്പോകുകയായിരിക്കും. നമ്മൾ ഒരാളോട് സന്തോഷ വാർത്ത പറയാൻ പോകുമ്പോൾ ജോലി കിട്ടിയെന്നോ വിവാഹം റെഡിയായെന്നോ ഗൾഫ് പോവുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകൂലേ, ആ സമയത്ത് ഒരു ദുആ ചൊല്ലാറുണ്ട്. ആ ദുആ ചൊല്ലിയാൽ കണ്ണീർ തട്ടില്ല കേട്ടോ. അത് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിൽ പറയണില്ല കേട്ടോ. ഇനി ഞങ്ങൾ പതിവാക്കുന്ന സൂറത്തുകളെ കുറിച്ച് പറയാൻ പോവാട്ടോ. 7 വട്ടം ഫാത്തിഹ ചൊല്ലുക. അത് കഴിഞ്ഞ് ബക്കറ സൂറത്തിലെ 102-ാമത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് 7 വട്ടം ചൊല്ലുക. അതിനുശേഷം 7 വട്ടം ആയത്ത് കുർസി, പിന്നെ 7 വട്ടം ആമന റസൂൽ, ബക്കറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തില്ലേ അത് ട്ടോ. അത് കഴിഞ്ഞ് 7 വട്ടം സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. പിന്നെ ഖുർആനിലെ ഏറ്റവും ലാസ്റ്റത്തെ 3 സൂറത്തില്ലേ, സൂറത്ത് ഇഖ്ലാസ്, സൂറത്തു ഫലക്, സൂറത്തു നാസ്, എല്ലാതും 7 വട്ടം ചെല്ലണം കേട്ടോ. ഇങ്ങനെ സുബീക്കും പതിവാക്കണം, മഗ്‌രിബിനോ ഇശായിനോ പതിവാക്കണം. കണ്ണേറ് കൊണ്ടും നാവേറ് കൊണ്ടും മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ചൊല്ലണം കേട്ടോ. ഞാൻ പോവാണേ, ഇനിയും കാണാം. അസ്സലാം.